ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൻറി റിയാക്ഷനെ കുറിച്ചാണ്. ഇതിന്റെ നോട്ട് ക്ലാസിന്റെ അവസാനം സ്ക്രീനിൽ കാണിക്കാം. ഹെൻറി റിയാക്ഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ക്യാംലെറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ നൈട്രോ ആൽഡോൾ റിയാക്ഷൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, ആൽഫ ഹൈഡ്രജൻ ഉള്ള നൈട്രോ ആൽക്കെയിൻസ് ആൽഡോൾ ടൈപ്പ് കണ്ടൻസേഷന് വിധേയമാകും. ആൽഫ ഹൈഡ്രജൻ ഉള്ള നൈട്രോ ആൽക്കെയിൻസിന് എന്ത് സംഭവിക്കും? ആൽഡോൾ ടൈപ്പ് കണ്ടൻസേഷൻ സംഭവിക്കും. ഈ കണ്ടൻസേഷൻ സംഭവിക്കുന്നത് ആൽഡിഹൈഡോ അല്ലെങ്കിൽ കീറ്റോൺസോ ആയിട്ടാണ്. ഈ റിയാക്ഷൻ നടക്കുന്നത് ഒരു ബേസിന്റെ സാന്നിധ്യത്തിലായിരിക്കും. അങ്ങനെ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ബീറ്റ നൈട്രോ ആൽക്കഹോൾ. അപ്പൊ ഇവിടെ ഒരു നൈട്രോ ആൽക്കെയിൻ ഉണ്ട്. ഇതാണ് ആൽഫ കാർബൺ. അപ്പൊ ആൽഫ പൊസിഷനിൽ ആരുണ്ട്? ഒരു ഹൈഡ്രജൻ ഉണ്ട്. അതായത് ആൽഫ ഹൈഡ്രജൻ ഉള്ള ഒരു നൈട്രോ ആൽക്കെയിൻ ആണ് എടുത്തിരിക്കുന്നത്. അതിനെ ആരുമായി റിയാക്ട് ചെയ്യിപ്പിക്കുന്നു? ഒരു കീറ്റോണുമായി റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ നൈട്രോ ആൽക്കെയിനും കീറ്റോണും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും? ബീറ്റ നൈട്രോ ആൽക്കഹോളിനെ കിട്ടും. ഇതാണ് ആൽഫ പൊസിഷൻ, ഇതാണ് ബീറ്റ പൊസിഷൻ. ബീറ്റ പൊസിഷനിൽ ആരുണ്ട്? നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ ബീറ്റ നൈട്രോ ആൽക്കഹോള് കിട്ടി. അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ള കാര്യം നമുക്ക് മെക്കാനിസത്തിൽ വിശദമായി നോക്കാം. ഇതിന്റെ ഒപ്പം തന്നെ കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ടുള്ള സൈഡ് റിയാക്ഷൻ ആണ് നമ്മുടെ ഈ ബീറ്റ നൈട്രോ ആൽക്കഹോളിന് ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അതിന്റെ ഫലമായി ആരെ കിട്ടും? നൈട്രോ ആൽക്കൈനെ കിട്ടും. അപ്പൊ ഇതിന്റെ കൂടെയുള്ള ഒരു സൈഡ് റിയാക്ഷൻ ആണ്, അതവിടെ കൊടുത്തെന്ന് മാത്രം. കോമൺ സൈഡ് റിയാക്ഷൻ, ഡീഹൈഡ്രേഷൻ ഓഫ് ബീറ്റ നൈട്രോ ആൽക്കഹോൾ ടു ഫോം നൈട്രോ ആൽക്കെയിൻ. അപ്പൊ നോട്ട് നോക്കാം. ഹെൻറി റിയാക്ഷൻ. This reaction is also known as Camlet reaction or nitro-aldol reaction. ഹെൻറി റിയാക്ഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് Camlet reaction അഥവാ nitro-aldol reaction. In this reaction, nitro-alkanes having alpha hydrogen undergo aldol type condensation with aldehyde and ketones in the presence of a base to give beta nitro alcohol. ഈ റിയാക്ഷനിൽ ആൽഫ ഹൈഡ്രജൻ ഉള്ള നൈട്രോ ആൽക്കെയിൻസിന് നമ്മുടെ ആൽഡിഹൈഡും കീറ്റോണുമായിട്ട് അല്ലെങ്കിൽ ആൽഡിഹൈഡോ അല്ലെങ്കിൽ കീറ്റോണോ ആയിട്ടോ ആൽഡോൾ ടൈപ്പ് കണ്ടൻസേഷൻ നടക്കും. ബേസിന്റെ സാന്നിധ്യത്തിലാണ് നടക്കുക. അങ്ങനെ ഒരു ബീറ്റ നൈട്രോ ആൽക്കഹോള് കിട്ടുന്നു. അതാണ് റിയാക്ഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് റിയാക്ഷൻ. എ കോമൺ സൈഡ് റിയാക്ഷൻ ഈസ് ദ ഡീഹൈഡ്രേഷൻ ഓഫ് ബീറ്റ നൈട്രോ ആൽക്കഹോൾസ് ടു ഫോം എ നൈട്രോ ആൽക്കെയിൻ. ഇനി അതിന്റെ മെക്കാനിസം നോക്കാം. ഹെൻറി റിയാക്ഷൻ ബിഗിൻസ് വിത്ത് ദ ഡീപ്രോട്ടോണേഷൻ ഓഫ് ദ നൈട്രോ ആൽക്കെയിൻ. അപ്പൊ ഹെൻറി റിയാക്ഷൻ ആരംഭിക്കുന്നത് തന്നെ നൈട്രോ ആൽക്കെയിന്റെ ഡീപ്രോട്ടോണേഷൻ വഴിയാണ്. അതായത് നൈട്രോ ആൽക്കെയിനിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടല്ലോ, അവൻ അങ്ങ് പോകും. അപ്പൊ അവന്റെ ആ ഒരു പോക്ക് വഴിയാണ് നമ്മുടെ ഹെൻറി റിയാക്ഷൻ ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ നമുക്ക് അങ്ങനെ അതിന്റെ ഫലമായിട്ട് ആ ഹൈഡ്രജൻ പോകുമ്പോൾ നമുക്കൊരു കാർബാനിയോൺ ആണ് അവിടെ കിട്ടുക. അതാണ് അടുത്ത സെന്റൻസിൽ പറയുന്നത്, ആൻഡ് കാർബാനിയോൺ ഈസ് ഫോംഡ്. അപ്പൊ നൈട്രോ ആൽക്കെയിനിൽ നിന്ന് ആര് പോകും? ആൽഫ ഹൈഡ്രജൻ പോകുന്നു. അതിന്റെ ഫലമായിട്ട് ഇവിടെ എന്ത് ഫോം ചെയ്യപ്പെടും? കാർബാനിയോൺ ഫോം ചെയ്യപ്പെടും. അത് നമ്മുടെ മെക്കാനിസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ദ കാർബാനിയോൺ ഈസ് റെസണൻസ് സ്റ്റെബിലൈസ്ഡ്. കാർബാനിയോൺ റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. ഇതൊക്കെ നമുക്ക് നോക്കാം. ദ കാർബാനിയോൺ ദെൻ അറ്റാക്ക് ദ കാർബണൈൽ കാർബൺ ആൻഡ് ഗിവ് ബീറ്റ നൈട്രോ ആൽക്കോക്സൈഡ്. ഇപ്പം ഇവിടെ ഉണ്ടായ കാർബാനിയോണ് നമ്മുടെ കാർബണിൽ കാർബൺ എന്ന് പറയുമ്പോൾ കീറ്റോണിൽ കാർബണിൽ കാർബൺ ഉണ്ടല്ലോ, അപ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യും. ആൻഡ് ഗീവ് ബീറ്റ നൈട്രോ ആൽക്കോക്സൈഡ്. അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടും? ബീറ്റ നൈട്രോ ആൽക്കോക്സൈഡ് കിട്ടും. ദ ബീറ്റ നൈട്രോ ആൽക്കോക്സൈഡ് ഈസ് പ്രോട്ടോണേറ്റഡ് ആൻഡ് ഗീവ് ബീറ്റ നൈട്രോ ആൽക്കഹോൾ. ഈ ബീറ്റ നൈട്രോ ആൽക്കോക്സൈഡ് പ്രോട്ടോണേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ബീറ്റ നൈട്രോ ആൽക്കഹോൾ കിട്ടും. അപ്പൊ മെക്കാനിസം നോക്കാം. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഹെൻറി റിയാക്ഷൻ ആരംഭിക്കുന്നത് ഡീപ്രോട്ടോണേഷൻ വഴിയാണെന്ന്. അപ്പൊ ദാ ഇവിടെ ഒരു ബേസ് വരുന്നു. ഈ ബേസ് നമ്മുടെ ഹൈഡ്രജനെ, അതായത് ആൽഫ ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോകും. ഇതിനെ H+ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അതായത് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടാണ് ഹൈഡ്രജൻ ഈ OHന്റെ കൂടെ വാട്ടർ ആയിട്ട് എലിമിനേറ്റ് ആയി പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ഇവിടുത്തെ ബോണ്ടിന് ഇങ്ങോട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് ആരാണ്? ഒരു കാർബാനിയോൺ ആണ്, അല്ലെ? ഈ ഒരു ബോണ്ട് ഇങ്ങോട്ട് കൊടുക്കാന്ന് പറയുമ്പോൾ കാർബണ് നെഗറ്റീവ് ചാർജ് വരും. കാർബണ് നെഗറ്റീവ് ചാർജ് വന്നാൽ അതിനെയല്ലേ നമ്മൾ കാർബാനിയോൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ കാർബാനിയോൺ ആണ് ആദ്യം തന്നെ ഫോം ചെയ്യുന്നത്. ഈ കാർബാനിയോൺ റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അതാണ് ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഇവിടെയുള്ള നെഗറ്റീവ് ചാർജ് ഉണ്ടല്ലോ, ഈ നെഗറ്റീവ് ചാർജ് കാർബണിനും നൈട്രജനും ഇടയിലുള്ള ബോണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. ഈ NO2-നെയാണ് നമ്മൾ ഒന്ന് അതിന്റെ ജനറൽ ഫോർമുലയിൽ എഴുതിയിരിക്കുന്നത്. NO2 എന്ന് പറഞ്ഞാൽ N+ ഡബിൾ ബോണ്ട് O- ആണ്. NO2 എന്ന് പറഞ്ഞാൽ എന്താണ്? N+ ഡബിൾ ബോണ്ട് O- ആണ്. അപ്പൊ അതിനെ ഒന്ന്
ഒന്ന് വിശദീകരിച്ച് അതിൻ്റെ ബോണ്ടൊക്കെ കാണിച്ചെന്ന് മാത്രം, എന്നാലും നമുക്ക് ഇങ്ങനെ ഈ ഒരു ഷിഫ്റ്റ് ഒക്കെ കാണിക്കാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ എന്നോട്ടൊന്നും എഴുതിയ ഷിഫ്റ്റ് ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്ന് ഇങ്ങനെ എഴുതി അതിൻ്റെ ആ ഒരു ജനറൽ ഫോമിൽ എഴുതിയെന്ന് മാത്രം. അപ്പോൾ കാർബാനിയോണിൽ ഈ നെഗറ്റീവ് ചാർജ് കാർബണിനും നൈട്രജനും ഇടയിലോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ എന്ത് ഫോം ചെയ്യും? ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യപ്പെടും അല്ലേ? കാർബണിനും നൈട്രജനും ഇടയിൽ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യപ്പെടും. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരുന്ന സമയത്തേക്ക് നമ്മുടെ നൈട്രജനും ഓക്സിജനും തമ്മിലുള്ള ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ, ഈ ബോണ്ട് നേരെ ഓക്സിജനിലോട്ടും ഷിഫ്റ്റ് ആകും. അപ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നൈട്രജന്റെ പോസിറ്റീവ് ചാർജ് പോകുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകുന്നതുകൊണ്ടാണ് എഗെയിൻ ഇവിടെ എന്ത് വന്നത്? പോസിറ്റീവ് ചാർജ് വന്നത്. അപ്പോൾ നോക്കൂ, കാർബണിനും നൈട്രജനും ഇടയിൽ ഡബിൾ ബോണ്ട് വന്നു. ഈ ബോണ്ട് ഓക്സിജനിലോട്ട് പോയത് കൊണ്ട് ഓക്സിജൻ ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു. ഇവിടെ ഓൾറെഡി ഓക്സിജൻ നെഗറ്റീവ് ചാർജ് തന്നെയായിട്ടാണ് നിൽക്കുന്നത്, ബാക്കിയെല്ലാം അതേപോലെ തന്നെ. അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഒരു നൈട്രോണേറ്റ് ആണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ ഈ നൈട്രോണേറ്റ് ഉണ്ടല്ലോ, ഈ നൈട്രോണേറ്റിന് എന്താ സംഭവിക്കുന്നത് നോക്കിയേ. നമ്മുടെ ഓക്സിജനിലെ ഈ മൈനസ് ചാർജ് ഉണ്ടല്ലോ, അതാ ഇപ്പം തന്നെ നമ്മൾ ഇങ്ങോട്ട് കൊടുത്തേ ഉള്ളൂ, അവൻ അപ്പോഴേക്കും തിരിച്ചു വരാണ് അല്ലേ? ഇങ്ങോട്ട് തിരിച്ചു വരാണ്. അങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്തേക്ക് ഇവൻ ഇങ്ങോട്ട് പോയപ്പോഴേ ഇവൻ ഇങ്ങോട്ട് പോയേ. അപ്പോൾ ഇവൻ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഇവൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോകണ്ടേ? അങ്ങോട്ട് പോകും അല്ലേ? അപ്പം നമുക്ക് എന്താ കിട്ടുക? എഗെയിൻ ഒരു കാർബാനിയോൺ ആണ് ഫോം ചെയ്യുക. അതേസമയം എന്താ ഇവിടെ ആരാണ്? ഒരു കീറ്റോൺ ആണ് വരുന്നത്. ഈ കാർബാനിയോൺ നമ്മുടെ കീറ്റോണിനെ അല്ലെങ്കിൽ നമ്മുടെ കാർബണിനെ വന്ന് അറ്റാക്ക് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകുന്നുണ്ട്. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകുമ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. ഇവിടെ ഈ ബോണ്ട് ഇങ്ങോട്ട് വന്നതുകൊണ്ട് തന്നെ ഇവിടെ നെഗറ്റീവ് ചാർജ് അല്ലേ? അപ്പോൾ ഇവർക്കും ഇയാൾക്കും ഇടയിൽ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും? ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. കാരണം എന്താണ്? ഈ കാർബൺ ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ്, ഇതിന് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാർബൺ വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള കാർബണും തമ്മിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഈ കാർബണിൽ R1 ഉണ്ട്, R2 ഉണ്ട്. അത് നമ്മളിവിടെ അതേപോലെ തന്നെ എഴുതി. പിന്നെ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങനെയാണ് നെഗറ്റീവ് ചാർജ് കിട്ടി ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ടായി മാറി. പിന്നെ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഡബിൾ ബോണ്ട് O കാണിച്ചു, പ്ലസ് കാണിച്ചു, പിന്നെ O മൈനസ് അതേപോലെ തന്നെയുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കാർബണിന്റെ കാര്യം വരികയാണെങ്കിലോ, ഇവിടെ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ O മൈനസ് മുകളിൽ വന്നു, R3 R4 അതേപോലെ തന്നെ കാണിച്ചു. ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ബീറ്റ നൈട്രോ ആൽക്കോക്സൈഡ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ ഇവിടെ എലിമിനേറ്റ് ആയി പോയ വാട്ടർ ഉണ്ടല്ലോ, ആ വാട്ടർ തിരിച്ചു വരാണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ HOH ആണ്. അതിൽ ഈ ബോണ്ട് ഇങ്ങോട്ട് OHലോട്ട് ഷിഫ്റ്റ് ആകും. OH മൈനസ് എലിമിനേറ്റ് ആയി പോവും. H പ്ലസ് നേരെ ഈ O മൈനസിന്റെ അവിടെയും വന്നിരിക്കും. ഈ N പ്ലസ് ഡബിൾ ബോണ്ട് O മൈനസ് എന്ന് പറയുന്നത് NO2 ആണല്ലോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ NO2 എന്ന് ചുരുക്കി എഴുതിയിട്ടുണ്ട്. NO2 R1 R2 ഇവിടെ H വന്നപ്പോൾ ഇവിടെ OH ആയിട്ട് മാറി, R3 R4 അതേപോലെ തന്നെ. ഇതല്ലേ നമ്മുടെ ബീറ്റ നൈട്രോ ആൽക്കഹോൾ. ഇത് ആൽഫ കാർബൺ, ഇത് ബീറ്റ കാർബൺ. അപ്പോൾ ബീറ്റ നൈട്രോ ആൽക്കഹോൾ കിട്ടി. അപ്പോൾ ഇതാണ് ഹെൻറി റിയാക്ഷന്റെ മെക്കാനിസം. ഇനി ഹെൻറി റിയാക്ഷന്റെ ആപ്ലിക്കേഷൻസ് ആണ്. വെൻ അരോമാറ്റിക് ആൽഡിഹൈഡ്സ് ആർ കണ്ടൻസ്ഡ് വിത്ത് നൈട്രോ ആൽക്കെയിൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് എ ബേസ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് നൈട്രോ കോമ്പൗണ്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഒരു അരോമാറ്റിക് ആൽഡിഹൈഡ്, അതിന് എക്സാമ്പിൾ ആണ് ഇവിടെ ബെൻസാൽഡിഹൈഡ് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ നൈട്രോ ആൽക്കെയിൻസുമായിട്ട് കണ്ടൻസ് ചെയ്യുകയാണ് ഒരു ബേസിന്റെ സാന്നിധ്യത്തിൽ നിന്നുണ്ടെങ്കിൽ. അതായത് ഇവിടെ നൈട്രോ ആൽക്കെയിൻ ആയിട്ട് ആരും എടുത്തിരിക്കുന്നത്? നൈട്രോ മീഥേൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ബേസിന്റെ സാന്നിധ്യത്തിൽ അവർ കണ്ടൻസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള നൈട്രോ കോമ്പൗണ്ട്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവർ തമ്മിൽ റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ആരാണ്? നൈട്രോ സ്റ്റൈറിൻ ആണ്. അതൊരു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള നൈട്രോ കോമ്പൗണ്ട് ആണ്. അതേപോലെ തന്നെ മറ്റൊരു റിയാക്ഷൻ ആണ് നൈട്രോ ബ്യൂട്ടേനും ഫർഫറാലും തമ്മിലുള്ള റിയാക്ഷൻ. ഈ റിയാക്ഷൻ നടക്കുന്നതും ഒരു ബേസിന്റെ സാന്നിധ്യത്തിലാണ്. ഹൈഡ്രോളിസിസ് ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ 82% ഈൽഡ് നമുക്ക് കിട്ടുന്നുണ്ട് പ്രോഡക്റ്റിന്റെ. 2 സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫ്യൂറാൻ ഡെറിവേറ്റീവ്സ് ആണ് പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. നൈട്രോ ബ്യൂട്ടൈനും ഫർഫറാലും തമ്മിൽ റിയാക്ട് ചെയ്യാണ്. അപ്പോൾ കിട്ടുന്നത് 2 സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫ്യൂറാൻ ഡെറിവേറ്റീവ് ആണ്. ഏകദേശം ഒരു 82% ഈൽഡ് ഓഫ് പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. ഹെൻറി റിയാക്ഷന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ബീറ്റ നൈട്രോ ആൽക്കഹോൾ എന്ന് പറയുന്ന നമ്മുടെ പ്രോഡക്റ്റിനെ മറ്റ് പല പ്രോഡക്റ്റ്സ് ആക്കി മാറ്റാൻ പറ്റും. ഇപ്പോൾ ബീറ്റ നൈട്രോ ആൽക്കഹോളിലോട്ട് ഇവിടെ H വരികയാണെന്നുണ്ടെങ്കിൽ അത് ബീറ്റ അമിനോ ആൽക്കഹോളായി മാറും. ഈ ബീറ്റ നൈട്രോ ആൽക്കഹോളിലോട്ട് PCC അതേപോലെ O ഒക്കെ വരികയാണെങ്കിൽ അതെന്തായിട്ട് മാറും? ബീറ്റ നൈട്രോ കീറ്റോൺ ആയിട്ട് മാറും.